നമുക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാം. അവിടെ സാരംഗ് സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗെ, കൊല്ലൂരിൽ മൂകാംബികാ ദേവിയുടെ നടയിൽ എഴുത്തിനിരുത്തുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അതൊരു ഭാഗ്യമായി കാണുന്ന ആളുകളാണ് നമുക്കിടയിലുള്ള മിക്ക ആളുകളും. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ദേവീ സന്നിധിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ആദ്യാക്ഷരം കുറിക്കാൻ സാധിക്കുക എന്നുള്ളത് മഹാഭാഗ്യം തന്നെയാണ്. കൊല്ലൂരിലെ തിരക്ക് എങ്ങനെയെന്ന് ചോദിക്കാൻ പറ്റില്ല, കാരണം എല്ലാ വർഷവും നല്ല തിരക്കാണ് അവിടെ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ സാരംഗ്? ജയലക്ഷ്മി, എത്രയോ മാതാപിതാക്കളുടെ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയുടെ ഭാഗമായാണ് അവർ ഇപ്പോൾ ഈ വിജയദശമി ദിനത്തിൽ മൂകാംബിക സന്നിധിയിലെത്തുന്നത്. അങ്ങനെ അവരെ ആ ഒരു പ്രാർത്ഥന ഇപ്പോൾ ആ ഒരു സഫലീകരണത്തിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഒരു കൗതുകമുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമറ കാണുന്ന സമയത്തുള്ള കൗതുകം, അതോടൊപ്പം തന്നെ വിദ്യാരംഭം കുറിക്കുന്നതിൻ്റെ ആ ഒരു കൗതുകമൊക്കെ തന്നെ കാണുന്നു. ഒട്ടുമിക്ക കുട്ടികളുമൊക്കെ തന്നെ പുഞ്ചിരികളോടുകൂടി തന്നെയാണ് വിദ്യാരംഭ ചടങ്ങുകളിലേക്ക് കിടക്കുന്നത്. അപൂർവം ചിലരാണെങ്കിൽ ചെറിയ ഒരു നീരസവും ചെറിയ കുഞ്ഞി കരച്ചിലുകളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരെയൊക്കെ തന്നെ മധുരപലഹാരങ്ങളൊക്കെ തന്നെ കൊടുത്ത് രക്ഷിതാക്കൾ പതിയെ സമാധാനിപ്പിച്ച് നിർത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും മൂകാസുരനെ നിഗ്രഹിച്ച് മൂകത മാറ്റിയ മൂകാംബിക സന്നിധിയിലേക്ക് ഭക്തരെത്തുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സർവ്വവിദ്യകളാലുള്ള പ്രാവീണ്യരാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് രക്ഷിതാക്കൾ എത്തുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ മുത്തച്ഛനെയും മുത്തശ്ശിമാരെയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബന്ധുക്കളുണ്ട്, അവരൊക്കെ തന്നെ ഏറെ കൗതുകത്തോടു കൂടി കുഞ്ഞുങ്ങളുടെ ഓരോ നിമിഷങ്ങളും അവർ അരികിലെഴുതുന്ന, അവർ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ പകർത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് രീതിയിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർണാടക രീതിയിലും തുളുനാടിൻ്റെ തനതായ രീതിയിലും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തനതായ രീതിയിലും ഇപ്പോൾ രണ്ട് രീതിയിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത്. സാധാരണ രീതിയിൽ സരസ്വതി മണ്ഡപത്തിലാണ് ഇത്തരത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നതെങ്കിൽ ഇന്ന് തിരക്ക് പരിഗണിച്ച് സമീപത്തുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ചണ്ഡികായാഗം നടക്കുന്ന യാഗശാലയുടെ പരിസരത്തേക്ക് കൂടി ഇന്ന് വിദ്യാരംഭ ചടങ്ങുകൾ നടത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, കുഞ്ഞുങ്ങൾ അരി നിറച്ചു വെച്ച താരങ്ങൾ കയ്യിലേന്തിക്കൊണ്ട് അതിൽ മഞ്ഞൾ കൊണ്ടാണ് ഹരിശ്രീ ഗണപതിയെ നമ, വിഘ്നമസ്തു, ശ്രീ ഗുരുഭ്യോ നമ എന്ന് എഴുതി തുടങ്ങുകയാണ്. അവർ അക്ഷരത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്ക് പിഞ്ചു കാൽ വെപ്പുകളോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് വിദ്യാരംഭ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മന്ത്രജപങ്ങളോടെ കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും ദേവിയുടെ കൊടിമര ചുവട്ടിലേക്ക് പോകും. സരസ്വതി മണ്ഡപത്തിലേക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം കൊടിമര ചുവട്ടിലെത്തി അക്ഷരദേവതയായ മൂകാംബികാ ദേവിയെ കണ്ടു വണങ്ങും. അവരുടെ കുരുന്നുകൾക്ക് വിജ്ഞാനം നൽകണേ ദേവി എന്ന് പ്രാർത്ഥിക്കും. ആദിശങ്കരന് വിജ്ഞാനം നൽകിയ കുരുന്നുപാലനായ കൗമാരക്കാരനായ ആദിശങ്കരന് അദ്വൈതത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകിയ ദേവി മൂകാംബികയോട് അവർ വിജ്ഞാനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ, അദ്വൈതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ തങ്ങളുടെ കുരുന്നുകൾക്കും പകർന്നു നൽകണേ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കും. ഇന്ന് നമുക്ക് ക്ഷേത്രമുറ്റത്തും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രഥോത്സവത്തിന് ശേഷം അല്പമൊന്നും തിരക്ക് കുറഞ്ഞെങ്കിലും ഇന്ന് ഈ വിജയദശമി നാളിൽ ദേവിയെ കണ്ടു തൊഴാൻ, തങ്ങളുടെ ആഗ്രഹങ്ങൾ ദേവിയോട് പങ്കുവയ്ക്കാൻ, ദേവിയെ ഒരു വർഷമായി കാത്തിരുന്ന് വിജയദശമി നാളിൽ എത്തി പ്രാർത്ഥിക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ദിവസങ്ങളായി ഇവിടെ ഭജനമിരിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. അവരൊക്കെ തന്നെ ദേവിയെ കണ്ട് തങ്ങളുടെ അഭീഷ്ട വരദായിനിയായ, സർവാഭീഷ്ട വരദായിനിയായ ഭഗവതിയുടെ മുൻപിൽ ചെന്ന് തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ ദേവിയോട് പങ്കുവയ്ക്കാൻ, അല്ലെങ്കിൽ തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് ശേഷം അതാത് നേർച്ചകളൊക്കെ തന്നെ നടത്താനുള്ള തയ്യാറെടുപ്പുകളോടുകൂടി എത്തിയ ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ സാരംഗ് ആദ്യാക്ഷരം കുറിച്ച് ആ ഒരു നിമിഷവും ഓർത്തു പോകുന്നുണ്ടല്ലേ? നമ്മളൊക്കെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആദ്യാക്ഷരം കുറിച്ച ആ ദിനം അല്ലേ, അതിനെക്കുറിച്ചും ഒരു അങ്ങോട്ടൊരു തിരിച്ചുപോക്കും വരുന്നുണ്ട് അല്ലേ സാരംഗ്? കോഴിക്കോട് കോഴിക്കോട് NIT മുക്കം ചാത്തമംഗലം. അതെ, പ്രാർത്ഥന ഉണ്ടായി. നവരാത്രി ആളെ റെഡിയാകുന്ന ഒരു പേടിയിലാണ്. മിഠായി കൊടുത്ത് നിർത്തി. ദർശൻ. ഒരിതാ ആളെ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കേണ്ടി കുഴപ്പമില്ല. ഹലോ പറഞ്ഞു കഴിയുന്നവരെ ഇരിക്കുന്നു വിചാരിക്കുക. രക്ഷിതാക്കളൊക്കെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാഴ്ച തന്നെയാണ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത്. മിഠായിയൊക്കെ കൊടുത്ത് കുരുന്നു മക്കളെ ഇവിടെ ഇരുത്തിയിരിക്കുകയാണ് രക്ഷിതാക്കൾ. എവിടെ നിന്നാണ്? സന്തോഷം. വളരെ നേരത്തെ ആഗ്രഹമായിരുന്നു ഈ മഹാനവമിക്ക് തന്നെ വന്നിട്ട് ഇവിടുന്ന് വിദ്യാരംഭം കുറിക്കണം എന്നുള്ളത്. ഒരുപാട് സന്തോഷം. കണ്ണൂരിൽ നിന്ന് ഇന്നലെ എത്തി. റിയോൺ. ഇന്നലെ നല്ല തിരക്കായിരുന്നു. വിദ്യാരംഭം നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങനെ തിരക്ക് കാണുന്നില്ല. അതുകൊണ്ട് സന്തോഷം. ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ആൾ ഉഷാറാ. പേരെന്താ? പേര് പറയും.
ഇത്തരത്തിലിപ്പോൾ കുരുന്നുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് വിദ്യാരംഭ ചടങ്ങുകളിലേക്ക് കടക്കാനായി. ഇത്തരത്തിൽ രക്ഷിതാക്കളൊക്കെ തന്നെ പറഞ്ഞു വർഷങ്ങളുടെ പ്രാർത്ഥനയാണ്, അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സഫലീകരണത്തിലേക്ക് എത്തുന്നത്. കുരുന്നുണ്ടാവുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ ചോദിച്ചത് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മളൊക്കെ തന്നെ ആദ്യാക്ഷരം കുറിച്ച് ആ ഒരു ദിനത്തിലേക്ക് കൂടി ഒന്ന് തിരിച്ചു പോവുകയായിരിക്കും അല്ലേ എന്നുള്ളതാണ്. അതേ ജയലക്ഷ്മി, അത്തരത്തിലുള്ള ഓർമ്മകൾ തന്നെയാണ് വരുന്നത്. ഞാൻ ആദ്യാക്ഷരം കുറിച്ചത് കോഴിക്കോട് വളയനാട് ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ തന്നെ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ തന്നെ നമ്മുടെ രക്ഷിതാക്കളൊക്കെ തന്നെ പറഞ്ഞ അല്ലെങ്കിൽ അന്ന് പകർത്തി വെച്ച ചിത്രങ്ങളൊക്കെ തന്നെ ഓർക്കുമ്പോൾ നമ്മളന്ന് കാണിച്ച കുസൃതികളൊക്കെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ മിഠായിയൊക്കെ കൊടുത്ത് നിർത്തുന്നതും കുഞ്ഞിക്കരച്ചിലുകളൊക്കെ ആയി തന്നെ, അല്ലെങ്കിൽ ഞാനൊക്കെ തന്നെ ചെറുപ്പത്തിൽ വളരെ ചാടി പിടിക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുരുന്നുകളെയൊക്കെ തന്നെ, വാശി പിടിക്കുന്ന കുരുന്നുകളെയൊക്കെ തന്നെ കാണുമ്പോൾ നമ്മുടെയൊക്കെ തന്നെ ഓർമ്മകൾ തന്നെയാണ് മടങ്ങി വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ തന്നെ, ചില കുരുന്നുകൾക്കൊക്കെ തന്നെ ചെറിയ പ്രായത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏത് പ്രായക്കാർക്കും വിദ്യാരംഭം കുറിക്കാൻ മൂകാംബിക സന്നിധി അത്യുത്തമമാണ് എന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ പുരോഹിതനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മന്ത്രജപങ്ങളോടുകൂടി കൂപ്പിയ കൈകളോടുകൂടി ഭഗവതിയെ, സരസ്വതി മണ്ഡപത്തിലെ സരസ്വതിയെയും മൂകാംബിക ദേവിയെയും ധ്യാനിച്ചുകൊണ്ട് രക്ഷിതാക്കൾ ഇപ്പോൾ വിദ്യാരംഭ ചടങ്ങുകളിലേക്ക് കടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനേകം രക്ഷിതാക്കളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ശ്രേഷ്ഠമായ വിജയദശമി ദിനത്തിൽ ക്ഷേത്രസന്നിധിയിലേക്ക് വിദ്യാരംഭത്തിനായി എത്തുന്നത്. അത്രത്തോളം അത്യുത്തമമാണ്. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കൊല്ലൂരിലെ മൂകാംബിക സന്നിധി. ദേവിയെ ആദിശങ്കരൻ കണ്ട, ധ്യാനത്തിലിരുന്ന സമയത്ത് കണ്ട അതേ ഭാവത്തിൽ പ്രതിഷ്ഠിച്ച. ശരി സാരംഗ്, എന്തായാലും കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്ര സന്നിധിയിലെ കാഴ്ചകൾ അത് അങ്ങേയറ്റം ഭക്തി നിർഭരമായ കാഴ്ച തന്നെയാണ്. കുരുന്നുകളെ കൊണ്ട് രക്ഷിതാക്കളൊക്കെ തന്നെ ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന ആ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്.